മോഹൻലാൽ മമ്മൂട്ടി കോംബോയിൽ ഒരു സിനിമ. വളരെ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന പേട്രിയറ്റ്. ലാലേട്ടനും മമ്മൂക്കയും മാത്രമല്ല, കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, നയൻതാര, വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്ന പേട്രിയറ്റ്. അതിന്റെ പുതിയ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേറൊന്നുമല്ല, നേരത്തെ ഏപ്രിൽ 23 പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അതിന്റെ ഡേറ്റ് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പേട്രിയറ്റ് എന്നൊരു സിനിമ മലയാള സിനിമയിൽ എങ്ങനെ ഏതെല്ലാം രീതിയിൽ കൂടാണ് പ്രത്യേകത ഉള്ളതാകുന്നത് നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായ വെച്ച് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണെന്ന് അതിൽ ഒരു സംശയമില്ല. ഒന്നാമത് വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ 100 കോടിക്കടുത്ത് ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണെന്ന് നേരത്തെ തന്നെ അനൗൺസ് ഉണ്ടായിരുന്നു. അത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്ന സിനിമകളിൽ ഒന്നാണ്. നമ്മൾ നേരത്തെ എല്ലാവരും അറിഞ്ഞിരുന്നതാണ്. അപ്പോൾ അത് ഏപ്രിൽ 23 വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു യുദ്ധം, ഗൾഫ് മേഖലകളിലെ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ഇവർ റിലീസിങ് മാറ്റി. അത് വേറെ എന്തെങ്കിലും കാരണങ്ങൾ എന്താന്ന് പറഞ്ഞാലും പുതിയ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവരും ഈ സിനിമയെ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മലയാള സിനിമയിലെ മമ്മൂക്കയുടെ ആദ്യത്തെ 100 കോടി സിനിമയാകുമോ പേട്രിയറ്റ് എന്നാണ് എല്ലാവരും നോക്കുന്നത്. കാരണം മമ്മൂക്കയ്ക്ക് ഇതുവരെ 100 കോടി ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ആൻഡോ ജോസഫ്, മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ആൻഡോ ജോസഫിന്റെ പ്രൊഡക്ഷനാണ് ഈ സിനിമ ചെയ്യുന്നത്, പേട്രിയറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ മമ്മൂക്ക 2020 അവസ്ഥ വരില്ല നമുക്ക് ഓർക്കാം. എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇത് മമ്മൂക്കയുടെ ഒരു ഫസ്റ്റ് 100 കോടി ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് താരങ്ങൾ, വമ്പൻ താരങ്ങൾ വരുന്നു. ഒപ്പം തന്നെ മോഹൻലാലിന്റെ സാന്നിധ്യം എല്ലാം കൊണ്ടും സിനിമയ്ക്ക് ഗുണകരമായി തന്നെ വരത്തുള്ളൂ. മമ്മൂക്കയെ കുറിച്ച് പറയുന്നതല്ല എങ്കിലും ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇല്ലെങ്കിൽ പടം നഷ്ടത്തിലേക്ക് പോകും. പിന്നെ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ മറ്റു ഭാഷകളിലും എല്ലാം ഇത് റിലീസിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വമ്പൻ തിയേറ്റർ വിജയമാകും ആകട്ടെ. അപ്പം അതിൻ്റെ റിലീസിംഗ് ഡേറ്റ് മെയ് 1 വരുന്നത്. അതായത് 2026 മെയ് 1 ആഗോള തലത്തിൽ ഇതിനെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ പുതിയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അറിയിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ